ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിപ്പോൾ കൊല്ലത്തുകാരുടെ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഇത്താത്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി കൊടുങ്ങല്ലൂർ വിശേഷത്തിൽ ഞാനിതിൽ രസത്തിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്താത്ത പറഞ്ഞു, നീ ഇതിങ്ങനെ ഇട്, എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. മീനൊന്നും കിട്ടാത്ത ടൈമിന് നമുക്ക് ഇതേപോലെ വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ തന്നെ കുറച്ച് ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അധികം ചേർത്തിട്ടില്ല, മുളക് പൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടിട്ട് കുരുമുളക് അധികം ഒന്നും വേണമെന്നില്ല, പാകത്തിനെടുക്കാം. അപ്പം ഞാനിതിവിടെ രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിൽ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് തന്നെയാണല്ലോ, വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു മണം തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ചുവന്നുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി നമുക്ക് കുറച്ചെടുത്താൽ മതി. ഇതിലേക്ക് പിന്നെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടിട്ട് ചുവന്നുള്ളി കുറച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലല്ല കേട്ടോ ചതച്ചെടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കല്ലുള്ളതുകൊണ്ടിട്ട് അതിലിട്ട് കൊടുത്തിട്ടാണ് ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് നല്ലതുപോലെ ഇങ്ങനെ അരഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ കല്ലിൽ ചതച്ചെടുത്തത് കേട്ടോ. പിന്നെ ഇതേപോലെ ഞാനൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ച് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ചുവന്നുള്ളിയും എല്ലാം നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെയും സവാളൻ്റെയും കളറ് മാറുന്നത് വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ കുറച്ച് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലൊരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു, അത് പിന്നീടാണ് വീഡിയോ എടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഇതിൽ ഞാനത് കാണിച്ചിട്ടില്ല, നല്ല ജീരകം ഇടാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നല്ല ജീരകം ഒന്ന് ചട്ടിയിലൊന്ന് വറുത്ത് നമുക്ക് ലാസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നത് പോയത് കൊണ്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയും വറ്റൽമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി ചെറുതായിട്ട് ഒന്ന് ഉടയണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഉടഞ്ഞു വരണ്ട, ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റി കൊടുക്കാനായിട്ട്. ഒരുപാട് തീയായി കഴിയുമ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് പൊടികളൊക്കെ. അപ്പോൾ ഞാനിത് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചപ്പ് മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയൊക്കെ പാകത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുക്കുന്നതുകൊണ്ടിട്ട് അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി ഇത്തിരി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എനിക്ക് ഇവിടെ രസം ഒരുപാട് വെള്ളം പോലെ ആവണത് എനിക്ക് അധികം ഇഷ്ടമല്ല. അപ്പം ഞാനിത് കുറച്ച് കട്ടിയിലായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് കറക്റ്റായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഒന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.